നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കുന്നത് ശ്രീ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന പുസ്തകത്തിലെ അദ്ധ്യായം 4 ഭാഗം 2. ചാക്കരി വാങ്ങിക്കൊണ്ടൊന്ന് ചോറ് വെക്കരുത്, നിന്റെ അച്ഛൻ നിർബന്ധ, മുത്തശ്ശി എപ്പോഴും പറയും. അതുകൊണ്ടാണത്രേ 10 പറയ്ക്ക് കൃഷി വാങ്ങിയത്. പഠിക്കൽ തന്നെയാണ് കൃഷി. വീട്ടുവളപ്പിനോട് ചേർന്ന് ഒരു വലിയ കണ്ടം, തോട്ടരികെ ഒരു ചെറിയ കണ്ടം. തോട്ടരികെ കൃഷിക്ക് നന്നല്ലത്രേ. നല്ല മഴ പെയ്താൽ തോട് കവിഞ്ഞൊഴുകും. ചിലപ്പോൾ തോട്ടുവരമ്പ് പൊട്ടും. കല്ലും മണ്ണും മണലും കണ്ടത്തിലേക്ക്. അങ്ങനെ തോട്ടുവരമ്പ് പൊട്ടുന്നത് ഒരു കണക്കിന് നല്ലതാണത്രേ. പശിമ കൂടും കണ്ടത്തിന്. തോട്ടരികെ, വീട്ടരികെ, കാട്ടരികെ പഞ്ചയ്ക്കു കേടാണെന്നാണ് മുത്തശ്ശിയുടെ പക്ഷം. വീട്ടരികാണെങ്കിൽ കതിര് വിളയുന്ന കാലത്ത് തൊടിയിൽ നിന്ന് അണ്ണാമാരും കിളിക്കൂട്ടങ്ങളും കണ്ടത്തിൽ നിന്ന് കയറിയ നേരമുണ്ടാവില്ല. കാട്ടരിയിലാണെങ്കിലോ പന്നിയും മാനും അതുപോലുള്ള മൃഗങ്ങളും കാട്ടിൽ നിന്നിറങ്ങി വരും കൃഷി നശിപ്പിക്കാൻ. വാഴക്കൃഷിയാണെങ്കിൽ പറയാനുമില്ല. കുലച്ചു നിൽക്കുന്ന വാഴ കുത്തിത്തള്ളിയിടും പന്നികൾ. എന്നിട്ട് മൂക്കാത്ത കായ കടിച്ചു പറിച്ചു തിന്നും. നല്ല വെയിലുള്ള നേരത്ത് പടിഞ്ഞാറേ ചായ്പിൽ മെതിച്ചു കൂട്ടിയ നെല്ല് മുറ്റത്ത് പനമ്പ് വിരിച്ചിട്ട് ഉണക്കാനിടുന്നു. ഇടയ്ക്കിടയ്ക്ക് നെല്ല് കാലുകൊണ്ട് മാറ്റി ചിക്കണം. അത് മുണ്ടിയുടെ പണിയാണ്. ഉണങ്ങിയ നെല്ല് പത്തായത്തിലേക്ക് കോരി നിറയ്ക്കും. വടക്കേ മുറ്റത്ത് അടുപ്പ് കൂട്ടി വലിയ കുണ്ടൻ ചെമ്പിൽ നെല്ല് പുഴുങ്ങാനും മുണ്ടി തന്നെയാണ്. പുഴുങ്ങിയ നെല്ല് മുറ്റത്തിട്ടുണക്കി പടിഞ്ഞാറേ ചായ്പിലുള്ള കല്ലുരലിലിട്ട് കുത്തി അരിയാക്കാനും മുണ്ടി വേണം. നെല്ല് പുഴുങ്ങുമ്പോൾ ഒരു മണം വരാനുണ്ട്. ആ മണം കിട്ടാൻ വേണ്ടി അപ്പു നെല്ല് പുഴുങ്ങുന്നിടത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. മുണ്ടി നെല്ല് കുത്തുന്നതും ഉമിയും തവിടും ചെലിച്ച് മാറ്റിയിടുന്നതും കാണാൻ അപ്പു ചായ്പിൽ ചെന്നിരിക്കും. ഉരലിലിട്ട നെല്ലിൽ ഉലയ്ക്ക വീഴുമ്പോൾ മുണ്ടി എന്ന് ഒച്ചയുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പുവിനെ കണ്ടാൽ മുണ്ടിക്ക് ഉത്സാഹമായി. അപ്പുവിനോട് ഓരോ വിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും കൊണ്ട് നിൽക്കും മുണ്ടി. നെല്ലുകുത്തലും ചേറലും കൊഴിക്കലും അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടാവും. കുറേ സംശയങ്ങളുമുണ്ട് അപ്പുവിന്. ആ സംശയങ്ങൾ തീർക്കുന്നത് മുണ്ടിയോട് ചോദിച്ചിട്ടാണ്. 3-4 ചുറ്റു കല്ലുമാലയുണ്ടാവും മുണ്ടിയുടെ കഴുത്തിലെപ്പോഴും, ചുവപ്പും വെള്ളയും നിറങ്ങളിൽ. ഈ കല്ലുമാല എവിടുന്നാ വാങ്ങിയത്? അത് മലയത്തിയോട് കൊണ്ടുവരണതാ. അവർക്ക് എവിടുന്നാ മാല കിട്ടുക? അവരുണ്ടാക്കണതാണോ? അത് മുണ്ടിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളുടെ ആൾക്കാർ ഞണ്ടിനെയും ഞവനീനെയും തിന്നുമോ? അപ്പുവിനോട് ആരാ പറഞ്ഞത്? മുത്തശ്ശി. വല്യമ്പ്രാളെ കൊണ്ട് തോറ്റു. എന്തൊക്കെ അപ്പുവിനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണേ. എന്നിട്ട് മുണ്ടി ശബ്ദം താഴ്ത്തി ഒരു രഹസ്യം പറഞ്ഞു കൊടുക്കുന്ന പോലെ അപ്പുവിനോട് പറഞ്ഞു. ശരിയാട്ടോ, ഞങ്ങൾ ഞണ്ടിനെ തിന്നും. ഞണ്ടിൻ്റെ കാല് പൊട്ടിച്ചു കളയണം. എന്നിട്ട് 2 പൊളിക്കണം. ഉള്ളിയും മുളകും അരച്ചത് വെള്ളത്തിലിട്ട് കലക്കി ഞണ്ട് അതിലിട്ട് വേവിക്കും. കുറച്ച് ഉപ്പും വേണം കേട്ടോ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ തൂളിക്കും. അത്ര. മുണ്ടി വിരലിൻ്റെ അറ്റം നീട്ടി കാണിച്ചു. എന്താ അപ്പു ഞണ്ട് കറീൻ്റെ സ്വാദ്? എനിക്ക് കൊണ്ടു തരുമോ? ചേലായി. മുണ്ടിനെ അമ്മ കൊല്ലും. നിങ്ങൾ ആമയെ തിന്നുമോ? ആമേനെയും തിന്നും. ആമറച്ച് നല്ല സ്വാദാ അപ്പു. ഇത്തിരി അപ്പുവിന് കൊണ്ടുവന്ന് തരുമോ അമ്മ കാണാതെ? അപ്പു വലുതാവുമ്പോൾ മുണ്ടി അപ്പുവിനെ കുടിലേക്ക് കൊണ്ടുപോവാം. ഞണ്ടുകറി ആമറച്ചിയും വെച്ചതും തരാം. ഞൗനീനെ തിന്നില്ല കേട്ടോ, അതിനെ കണ്ടാൽ അറയ്ക്കും. പാടത്ത് വെള്ളം നിറയുന്ന കാലത്ത് വരമ്പോരങ്ങളിൽ ഞവഞ്ഞി പറ്റിപ്പിടിച്ചിരിക്കുന്നത് അപ്പു കണ്ടിട്ടുണ്ട്. ചേന്നനാണ് കാണിച്ചു തന്നത്. ആ വിശേഷം മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞു തന്നത്. ചേന്നൻ്റെ കൂട്ടക്കാരൻ ഞണ്ടിനെയും ഞവനീനെയും തിന്നും. അതുകൊണ്ടാണ് അവരെ തലനിറയ്ക്കാത്തത്. അത് ശരിയായിരിക്കുമെന്ന് അപ്പുവിനും തോന്നിയിട്ടുണ്ട്. ചേന്നൻ്റെ അപ്പൻ കുടിയുടെ മുറ്റത്തിരുന്ന് വെയിൽ കായുന്നത് അപ്പു കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ചേന്നനെ പണിക്ക് വരാൻ പറയാൻ ഏട്ടൻ്റെ കൂടെ പോയതായിരുന്നു അപ്പു. കുറേ വയസ്സായിട്ടുണ്ടാവണം ചേന്നൻ്റെ അപ്പൻ നീലാണ്ടന്. മുടിയുടെ ഒറ്റ ഇഴ നരച്ചിട്ടില്ല. നീലാണ്ടന് എന്തായാലും മുത്തശ്ശിയോളം പ്രായമുണ്ട്. മുത്തശ്ശിയുടെ തല കണ്ടില്ലേ, വെഞ്ചാമരം പോലെ. മുമ്പ് നീലാണ്ടനാണത്രേ വീട്ടിലെ സ്ഥിരം പണിക്കാരൻ. കൂട്ടിന് ചേന്നൻ്റെ അമ്മ കാളിയും. കാളിയെ അപ്പുവിന് ചെറിയ ഓർമ്മയുണ്ട്. ബ്ലൗസില്ലാതെ മാറത്തു നിറച്ചും കല്ലുമാല. തലയെത്തട്ടി വന്നിട്ടാണത്രേ കാളി മരിച്ചത്. എന്താ മുത്തശ്ശി തലയെത്തട്ടി എന്ന് പറഞ്ഞാൽ? 4-5 പ്രാവശ്യം മേപ്പോട്ടും കീഴ്പോട്ടും പോവും. ആള് സിദ്ധി കൂടും.
വീട്ടിലെ ഒരാൾക്ക് വന്നാൽ മറ്റുള്ളവർക്കും വരും. എന്തോ ഭാഗ്യത്തിനാ നീലാണ്ടനും ചെന്നനും മുണ്ടിയും രക്ഷപ്പെട്ടത്. അഴുക്കുവെള്ളം കുടിക്കുക, പഴയ ആഹാരം കഴിക്കുക, അങ്ങനത്തോർക്കാ ഈ സൂക്കേട് വരിക. അതുകൊണ്ടാ പറയണത്, സ്കൂളിൽ നിന്ന് കണ്ണിക്കണ്ട വെള്ളമൊന്നും കുടിക്കരുത്, ഐസ് ഫ്രൂട്ട് വാങ്ങി തിന്നരുത്. അത് കഷ്ടമാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഐസ് പെട്ടി പിടിച്ച സൈക്കിളുമായി സുലൈമാൻ സ്കൂൾ പറമ്പിലെത്തുന്നു. ചുവന്ന നിറത്തിലുള്ള കോലൈസിന് ഒരെണ്ണ, പാലൈസിന് 2 അണ. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഐസ് ഫ്രൂട്ട് വാങ്ങി തിന്നില്ലെങ്കിൽ എങ്ങനെയാണ്? ഐസ് കഴിച്ചാലൊന്നും തലയെത്തെറ്റി വരില്ല. എത്ര കുട്ടികളാ ഐസ് ഫ്രൂട്ട് വാങ്ങി കഴിക്കുന്നത്? അവർക്കൊന്നും തലയെത്തെറ്റി വരുന്നില്ലല്ലോ. അത് മുത്തശ്ശി പേടിപ്പിക്കാൻ പറയുന്നതാണ്. ഐസ് വാങ്ങാനുള്ള കാശ് മുത്തശ്ശിയെ സോപ്പിട്ടാണ് തരമാക്കുന്നത്. മുത്തശ്ശിക്ക് വേഗം മനസ്സലയും. കല്ലിൻ്റെ മനസ്സാണ് അമ്മയ്ക്ക്. എത്ര ചോദിച്ചാലും അമ്മ കാശ് തരില്ല. ഐസ് വാങ്ങാനാണ് കാശെന്ന് മുത്തശ്ശിയോട് പറയില്ല. സ്ലേറ്റ് പെൻസിലും കടലാസ് പെൻസിലും വാങ്ങാനാണല്ലോ കാശ് ചോദിക്കുന്നത്. ഈ നുണ അമ്മയോട് പറയാൻ പറ്റില്ല. അഥവാ അമ്മ കാശ് തരികയാണെങ്കിൽ തന്നെ ആ കാശ് കൊണ്ട് വാങ്ങിയ സാധനം സ്കൂൾ വിട്ടു വന്നാൽ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അച്ഛനും ഗോവിന്ദമാമയും വരുമ്പോഴൊക്കെ മുത്തശ്ശിക്ക് സ്വകാര്യമായിട്ട് കൊടുക്കുന്ന പൈസയാണ് മുറുക്കാൻ വാങ്ങാൻ. തെക്കേ അറയിൽ മുത്തശ്ശി കിടക്കുന്ന കട്ടിലിൻ്റെ കീഴെയാണ് മുത്തശ്ശിയുടെ മരപ്പെട്ടി. പെട്ടി പൂട്ടിവെക്കുന്ന സ്വഭാവം മുത്തശ്ശിക്കില്ല. ആർക്ക് വേണമെങ്കിലും തുറക്കാം, എടുക്കാം. 2 or 4 അണയെടുത്താൽ മുത്തശ്ശി അറിയാനും പോകുന്നില്ല. എന്നാലും മുത്തശ്ശിയുടെ പെട്ടിയിൽ നിന്ന് അപ്പുവും ഏട്ടനും പൈസ എടുക്കില്ല. ചോദിക്കും. ചോദിച്ചാൽ മുത്തശ്ശി തരും. അമ്മ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോകുമ്പോഴോ അയലത്ത് ന്യായം വയ്ക്കാൻ പോകുമ്പോഴോ ഏട്ടൻ അമ്മയുടെ മരപ്പെട്ടിയുടെ താക്കോൽ തപ്പിയെടുക്കുന്നു. വടക്കേ അറയിലാണ് അമ്മയുടെ പെട്ടി. പെട്ടിയിൽ ഒരുപാട് കാശുണ്ട്, നോട്ടായിട്ടും ചില്ലറയായിട്ടും. അച്ഛൻ മണി ഓർഡർ അയക്കുന്ന പൈസയാണ്. കാശെടുക്കാനല്ലെങ്കിൽ തന്നെ അമ്മയുടെ പെട്ടി തുറക്കാനും പെട്ടിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് തപ്പി നോക്കാനും ഒരു രസമുണ്ട്. അച്ഛൻ അയക്കുന്ന എഴുത്തുകൾ അമ്മ പെട്ടിയിൽ ചരടുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ടാവും. പേടിച്ചാണ് അപ്പുവും ഏട്ടനും അച്ഛൻ്റെ കത്തെടുത്ത് വായിക്കുക. അമ്മയറിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ സ്വന്തം ദേവു വായിച്ചറിയാൻ വേണ്ടി എഴുതുന്നത്. കുട്ടികൾ നന്നായി പഠിക്കുന്നില്ലേ? ശ്രീകുട്ടൻ വികൃതി കാണിക്കുന്നുണ്ടോ? അവനോട് പറയണം അച്ഛൻ അവന് വേണ്ടി നല്ലൊരു ചൂരൽ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന്. അപ്പുവിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവനെ ശ്രീകുട്ടൻ്റെ കൂടെ അധികം മേയാൻ വിടണ്ട. ആരോഗ്യമില്ലാത്ത കുട്ടിയല്ലേ. അപ്പുവിന് രാത്രി കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാല് കൊടുക്കുന്നത് നന്നായിരിക്കും. നിന്റെ അമ്മയോട് പറയണം അപ്പുവിനെ യക്ഷിയുടെയും പ്രേതത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് നിർത്തണമെന്ന്. അമ്മയുടെ കഥ കേട്ടിട്ടാണ് അവൻ രാത്രി പേടിച്ച് നിലവിളിക്കുന്നത്. നിർത്തട്ടെ, ശേഷം നേരിൽ എന്ന് സ്വന്തം. എല്ലാ കത്തിലും കാണും ഏട്ടൻ്റെ വികൃതിയുടെ കാര്യം. അത് വായിക്കുമ്പോൾ ഏട്ടന് ദേഷ്യം വരും. ഏട്ടൻ ദേഷ്യം തീർക്കുന്നത് അപ്പുവിനോടാണ്. തലയ്ക്കൊരു കിഴുക്ക്, അല്ലെങ്കിൽ കൈയിൻ്റെ തണ്ടയ്ക്കൊരു പിച്ച്. കത്തുകൾ വായിക്കുമ്പോഴൊക്കെ ഒരു കാര്യം അപ്പുവിന് ബോധ്യമായി. മുത്തശ്ശിയുടെ മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടെയും സാരക്കുട്ടിയാണ് അപ്പു. അപ്പുവിൻ്റെ കാര്യത്തിൽ രണ്ടാൾക്കും പ്രത്യേക ശ്രദ്ധയുണ്ട്. അപ്പുവിന് ആരോഗ്യം കുറവായതിൽ അച്ഛന് സങ്കടമുണ്ടെന്ന് തോന്നുന്നു. അച്ഛനായാലും അമ്മയായാലും പുന്നാരിക്കുന്ന സ്വഭാവമേ ഇല്ല. സ്നേഹം പുറത്ത് കാണിക്കാൻ പാടില്ലെന്നാണത്രേ. ഒന്നേ ഉള്ളൂച്ച ഒലയ്ക്കൊണ്ട് തല്ലണം. അമ്മ എപ്പോഴും പറയുന്നത് കേൾക്കാം, 2 മക്കളായത് ഭാഗ്യം. പഞ്ച നെൽകൃഷി.